നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീരിയസ് സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി കൊച്ചിയിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നാളെ തിരഞ്ഞെടുപ്പ് പ്രോസസ് NDA ഫലം പ്രഖ്യാപിക്കപ്പെടുകയാണ് നാളെ. അതിൻ്റെ കൂടെ കേരളം ആര് ഭരിക്കും, ഏത് മുന്നണി ഭരിക്കുമെന്നും ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളൊരു ചോദ്യം ഇന്ന് എല്ലാവരും വളരെ അക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. ഞങ്ങൾ ഇതുവരെ ഒബ്സർവ് ചെയ്ത എല്ലാ പാരാമീറ്റേഴ്സും, രാഷ്ട്രീയ പാരാമീറ്റേഴ്സ് ശ്രീ മാധവൻകുട്ടിയുടേതും എൻ്റെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ സുഹൃത്തുപാലയത്തിൻ്റെയും UDF വരുന്നു എന്നാണ് ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ്. അത് എത്ര മെജോറിറ്റി, 80 ആണോ 90 ആണോ 100 ആണോ എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത് വോട്ടേഴ്സിൻ്റെ തീരുമാനം തന്നെയാണ്. അതുപോലെ തന്നെ ആരായിരിക്കും ചീഫ് മിനിസ്റ്റർ UDF ആണെങ്കിൽ എന്നൊരു ബിൽഡപ്പ് ഉണ്ടായിരുന്നു. അതിൽ KC വേണുഗോപാൽ, ഡൽഹിയിൽ നിന്നുള്ള AC സെക്രട്ടറിയുടെ പേരുണ്ടായിരുന്നു. ശ്രീ സതീശൻ പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പേരും പലരും പറഞ്ഞു. നമ്മൾ പല ചർച്ചകളും, ഒരു അഡ്വർടൈസ്മെന്റ് വരെ ഉണ്ടായിരുന്നു ഡൽഹിയിലെ ഒരു പേപ്പറിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി. ഇതൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ പേരുകളിൽ ആർക്കായിരിക്കും മുൻതൂക്കം, ആരാകും കേരളത്തിൻ്റെ CM എന്നുള്ള ഞങ്ങളുടെ ഒരു വിശകലനമാണ്, ഞങ്ങളുടെ ഒരു അഭിപ്രായമാണ്. എന്തുകൊണ്ടെന്ന് ഞങ്ങൾ പറയും. ഞാൻ പറയാൻ ഇന്നത്തെ സിറ്റുവേഷൻ ഞങ്ങൾക്ക് കുറച്ചൊക്കെ ഇൻഫർമേഷൻ ഞങ്ങളുടെ പരിചയത്തിൽ നിന്നും ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നു. താങ്കൾ ശ്രീ മാധവൻകുട്ടി, എൻ്റെ ഒരു അസസ്മെൻറ്റിൽ ഇന്നത്തെ എല്ലാ സിറ്റുവേഷനും ശ്രീ പ്രതിപക്ഷ നേതാവിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളൊരു ഒന്നാണ് എനിക്ക് പറയാനുള്ളത് ഡൽഹിയിൽ നോക്കുമ്പോൾ. അതുപോലെ തന്നെ UDFൻ്റെ വിജയം വി ആർ ടേക്കിംഗ് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറയും. താങ്കളുടെ കൊച്ചിയിൽ നിന്നുള്ള അസസ്മെന്റ് എന്താണ്? എനിക്ക് തോന്നുന്നത് നമുക്ക് മാറ്റി പറയേണ്ടി വരികയില്ല. അതായത് ഈ ക്യാമ്പയിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക്, അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ എനിക്ക് മണക്കുവാൻ കഴിഞ്ഞ, അതാണ് കൃത്യമായിട്ടുള്ള വാക്ക്, മണക്കുവാൻ കഴിഞ്ഞ ഒരു തിരഞ്ഞെടുപ്പ് ബലം UDFന് അനുകൂലമാണ്. അതിന് എനിക്ക് ഇപ്പോഴും അതിലൊരു മാറ്റം വരുത്തേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആ വിജയത്തിന്റെ അളവ് എത്രയാണെന്നുള്ളത് മാത്രമേ എനിക്ക് നാളെ ഉള്ള ആകാംക്ഷയുള്ളൂ. കാരണം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു വിപരീത ദിശയിലുള്ള തരംഗം, അതായത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDF നേടിയ വിജയത്തിന്റെ അതേ തോതിലുള്ള ഒരു തിരിച്ചുവരവായിരിക്കുമോ UDFന്റെ എന്ന കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. അതിനു മുൻപ് അതിന്റെ ആത്മവിശ്വാസത്തിന്റെ കാര്യം വളരെ പ്രധാനമാണ്. UDF ക്യാമ്പ് വളരെ ആത്മവിശ്വാസത്തിലാണ്. ഞാൻ സംസാരിച്ച എല്ലാ പ്രവർത്തകരും, അണികളും, എൻ്റെ സ്വന്തം പ്രദേശത്തും ഞാൻ യാത്ര ചെയ്ത സ്ഥലങ്ങളിലും സംസാരിച്ചപ്പോൾ തിരഞ്ഞെടുപ്പിന് ശേഷവും വളരെ ആത്മവിശ്വാസമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ ആണ് ആത്മവിശ്വാസം. രണ്ട് ഇടതുപക്ഷ അണികളിൽ ആ ആത്മവിശ്വാസം ഇല്ലായിരുന്നു. കാരണം അവർ പലരും നമ്മളോടാണ് ചോദിച്ചിരുന്നത് വിജയ സാധ്യതയെക്കുറിച്ച്. അത് ഒരു മാധ്യമ പ്രവർത്തകന് വളരെ പ്രധാനമാണ്. നിങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിങ്ങളെ ആദ്യം കണ്ടുമുട്ടുന്നയാൾ നിങ്ങളോട് വേറൊരു മണ്ഡലത്തിലെ വിജയ സാധ്യത അന്വേഷിക്കും. അപ്പൊ ഇത് ഒരു കുറച്ചു കാലം മാധ്യമ പ്രവർത്തനത്തിൽ കൂടി നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുന്നതാണ് ആരുടെ കൈ കൂടെയാണ് ആർക്കാണ് കൂടുതൽ ആത്മവിശ്വാസം. എന്റെ അഭിപ്രായത്തിൽ നിശ്ചയമായും UDF ഒരു വിജയത്തിലേക്ക് പോവുകയാണ്. അതൊരു ഇടിവെട്ട് വിജയമാകുമോ 90 സീറ്റോട് അടുപ്പിച്ച്, അതോ ഒരു സിമ്പിൾ മെജോറിറ്റിയിലേക്ക് ഉള്ള വിജയമാകുമോ എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. ഒരു കാര്യം കൂടി ഞാൻ ഇന്ന് ശ്രീ ശൈലജ ടീച്ചർ അങ്ങനെ വിടുവായത്വം പറയുകയോ അല്ലെങ്കിൽ അമിതമായി പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചടിച്ച മാതിരി പറയുന്ന ഒരു സഖാവല്ല. ഇന്ന് ശൈലജ ടീച്ചർ തന്നെ അവരുടെ പാർട്ടിയുടെ LDFന്റെ ഒരു വിലയിരുത്തൽ 74 മുതൽ 80 സീറ്റുകൾ എന്ന് വളരെ യാഥാർത്ഥ്യപൂർണമായ, അതായത് അവരുടെ അണികൾ കൊടുത്തിരിക്കുന്ന കണക്കിൽ പാർട്ടി
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത് 74 മുതൽ 80 സീറ്റുകൾ വരെയുള്ളൂ എന്നുള്ള വസ്തുത. ആ വസ്തുത വളരെ സത്യമാണ്. അതാണ് തുടക്കം മുതൽ പറഞ്ഞതുപോലെ ഇത് പിണറായി വിജയനെ സംബന്ധിച്ച ഒരു ഹിതപരിശോധനയാണ്. അത് തുടക്കം മുതൽ അവസാനം വരെ അങ്ങനെയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിലും നെഗറ്റീവായിട്ടുള്ള അർത്ഥത്തിലും. LDF വിജയിക്കുകയാണെങ്കിൽ അതിനർത്ഥം ജനങ്ങൾ പിണറായി വിജയനെതിരായി ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല, അദ്ദേഹത്തെ ഒരു തങ്ങളുടെ നേതാവായി അംഗീകരിക്കും. അല്ല, ഇത് LDF തോൽക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന്റെ ഉത്തരവാദിത്വം സഖാവ് പിണറായി വിജയന് തന്നെ ആയിരിക്കും, മാത്രമായിരിക്കും. ഇതാണ് നമുക്ക് പറയാനും ഇപ്പോഴും അപ്പോഴും പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ആത്മവിശ്വാസത്തിന്റെ കാര്യം നമുക്ക് അളക്കാനുള്ള ഒരു തോത്. എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത്, അദ്ദേഹം പൊളിറ്റീഷ്യൻ അല്ല, അദ്ദേഹം ഒരു സാംസ്കാരിക നായകനാണ്. അദ്ദേഹം വളരെ എല്ലാവരെയും ഇപ്പം നമ്മുടെ കാറ്റിനെതിരായി അദ്ദേഹം പറഞ്ഞു, ഇത്തവണ LDFന് തിരുവനന്തപുരത്ത് 10 സീറ്റ് അടക്കം ആകെ 78 സീറ്റിൽ ജയിക്കുമെന്ന് ഈ സാഹിത്യകാരനായ എൻ്റെ അടുത്ത സുഹൃത്ത് പറഞ്ഞത് വലിയ വലിയ വാർത്തയൊക്കെ ആയിരുന്നു. പക്ഷെ അതിനുശേഷം, അത് വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയത്, ഇത് ശരിയാണോ എന്നറിയാനായിട്ട് നിരവധി LDF സ്ഥാനാർത്ഥികൾ അദ്ദേഹത്തെ വിളിച്ചു. ആയിട്ടുള്ള വിജയത്തിലേക്ക് പോകുകയാണ്. അതിന് കാരണം ഒന്ന്, കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകളായ മുസ്ലിം ലീഗിന്റെ കൂടെയുള്ള മുസ്ലിങ്ങളും അല്ലാത്തുള്ളവരും കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായ മെമ്പേഴ്സും, പിന്നെ ഇപ്പോൾ തിരിഞ്ഞു പോയിരിക്കുന്ന ചില സവർണ ഹിന്ദു ഗ്രൂപ്പുകളും അതിൽ കുറച്ച് പേരും ഒക്കെ ആയിട്ട് കോൺഗ്രസിലേക്ക് തിരിച്ച് അല്ലെങ്കിൽ UDFിലേക്ക് തിരിച്ച് വോട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അത് തന്നെയാണ് എനിക്ക് കൃത്യം. അതായത് ഈ LDFന് കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കണമെങ്കിൽ കേരളത്തിലെ മുസ്ലിം വോട്ടർമാരിൽ 30% അവർക്ക് വോട്ട് ചെയ്യണം. ഇതിൽ വലിയ കണക്കും ഇതിൽ എക്സിറ്റ് പോളും വൈദഗ്ധ്യമൊന്നും വേണ്ട. 30% മുസ്ലിം വോട്ടർമാർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ മാത്രമേ LDFന് കേരളത്തിൽ ഒരു സുഗമമായ വിജയം സാധ്യമാകൂ. ക്രിസ്ത്യൻ വോട്ടുകളിലും ഏകദേശം 27-30% കിട്ടണം. ഇത് ഇത്തവണ കിട്ടാൻ സാധ്യതയില്ല. അത് മെഗാ കാരണങ്ങൾ കൊണ്ട് തന്നെ അത് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് UDFന് ഒരു സുഖകരമായ അത് പക്ഷെ ഒരുപക്ഷെ ഇടിവെട്ട് വിജയമായി മാറാം. നമുക്ക് ആ തരംഗത്തിന്റെ സ്വഭാവം, തരംഗം എപ്പോഴും പുറത്തു വരുമ്പോൾ മാത്രമേ അറിയുകയുള്ളൂ, അല്ലെങ്കിൽ അത് അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുകയില്ല. തീർച്ചയായും ഇന്ന് ഈ വോട്ടെണ്ണിന്റെ തലേന്ന് തീർച്ചയായും UDFന് വിജയ സാധ്യത വീണ്ടും ഉറയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം തെരഞ്ഞെടുപ്പിന് പോളിംഗിന് ശേഷം പിന്നെ ഒന്നും മാറാനില്ലല്ലോ. നമ്മൾ അന്ന് പറഞ്ഞത് തന്നെയാണ് നിൽക്കുന്നത്. പിണറായി വിജയനെ പറ്റിയുള്ള ഹിതപരിശോധനയാണ്. മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ CPMൽ നിന്ന് അകന്നു കഴിഞ്ഞിരിക്കുന്നു. CPMന്റെ ഏറ്റവും യഥാർത്ഥ ശക്തി അവരുടെ MLAമാരുടെ പ്രകടനമാണെങ്കിൽ UDFന്റെ ശക്തി അവർ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള അവരുടെ പ്രവർത്തകരുടെ നവോന്മേഷവും വളരെ ശക്തമായ പ്രവർത്തനവും. ഇതൊക്കെയാണ് മേജർ ഫാക്ടേഴ്സ്. ബാക്കി പറയുന്ന അപ്പോൾ നമുക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിലേക്ക് വരാം. നമ്മൾ ഇതുവരെ പറഞ്ഞത് 3 പേരാണ്, അതായത് ശ്രീ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല. KC വേണുഗോപാലിനെ താങ്കൾ തന്നെ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. KC വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി എന്ന ഓപ്പോസിഷൻ ലീഡർ, അതായത് പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലെ ലോക്സഭാ സെക്രട്ടേറിയറ്റിനെ അറിയിച്ചിരിക്കുന്നു ഒരു കത്ത് മൂലം. അതായത് KC വേണുഗോപാൽ ആയിരിക്കും പബ്ലിക് കമ്മിറ്റിയുടെ ചെയർമാൻ. ഓപ്പോസിഷനാണ് അത് സാറിന് കൊടുക്കുന്നത്. നേരത്തെ K തോമസ് ഒക്കെ ഇരുന്നാണ്. അത് ആ കത്ത് പോകുന്നത് രാഹുൽ ഗാന്ധിയിൽ നിന്നാണ്. അപ്പൊ അതിനർത്ഥം KC
ഞാൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നമ്മളുടെ ചാനൽ, നമ്മളുടെ ഈ സംഭാഷണത്തിനിടയിൽ ഇത് സംഭവിച്ചപ്പോൾ അപ്പോൾ തന്നെ എനിക്ക് എന്റെ ഔട്ട്ലെറ്റുകളിൽ, സോഷ്യൽ മീഡിയ ഔട്ട്ലെറ്റിൽ ഞാൻ പറഞ്ഞിരിക്കുന്നു, ഇത് കൃത്യമാണ്. കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തെ ഡൽഹിയിൽ തുടരണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി വളരെ നിർണായകം, വളരെ സുപ്രധാനമായ ആ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വേണുഗോപാലും. പക്ഷേ കാരണം ഒരു MP എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അവർക്ക് എന്താണ് തങ്ങളുടെ അധികാരം പ്രയോഗിക്കാൻ കേരളത്തിൽ ഒരു മന്ത്രിയാവുന്നതാണ്, അവിടുത്തെ ഒരു സ്റ്റേറ്റ് മന്ത്രിയാവുന്നതിനേക്കാൾ ഏത് രാഷ്ട്രീയക്കാരനും ഇഷ്ടപ്പെടുക. അപ്പൊ അത് ഞാൻ കേരളം, ബംഗാളി. പക്ഷെ KC വേണുഗോപാൽ ഇത്ര ഉയർന്ന ഒരു സ്ഥാനത്ത് രാഹുൽ ഗാന്ധിയുടെ ഇത്ര അടുത്ത് നിന്നിട്ട് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനെതിരായി കേരളത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുകയും MLA-മാരെ സംഘടിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ദൂതനെ അയക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് വളരെ ഒരുപക്ഷെ KC ഇതെല്ലാം കഴിഞ്ഞിട്ട് KCയെ കാണുമ്പോൾ എല്ലാവർക്കും ആഗ്രഹങ്ങൾ കൊണ്ടു നടക്കാം. അതല്ലല്ലോ ഇവിടെ എന്താണ് സിറ്റുവേഷൻ എന്നുള്ളതാണ്. നമുക്ക് മറ്റേ മൂന്നാമത്തെ ആളിലേക്ക് വരാം. രമേശ് ചെന്നിത്തല എൻ്റെ നാട്ടുകാരനാണ്. ചെന്നിത്തലയും മാവേലിക്കരയും തമ്മിൽ വളരെ മാവേലിക്കരയും ചുറ്റിലങ്ങരയും തമ്മിൽ ഏകദേശം ഒരേ ദൂരമാണെന്ന് പറയാം. അതുപോലെ തന്നെ ബാലജന സഖ്യത്തിൽ ഞാനുള്ളപ്പോൾ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു. KSU-കാരനായി ഞാൻ കണ്ടു. പിന്നീട് യൂത്ത് കോൺഗ്രസ് ഇവിടെ വന്നു പ്രസിഡന്റായിട്ട്. എപ്പോഴും അറിയാം MP ആയിരുന്നു, AICC സെക്രട്ടറി ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹം വളരെ ശക്തമായി കേരളത്തിന്റെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഒരു പ്രാവശ്യം LDF, അടുത്ത പ്രാവശ്യം UDF-ലേക്ക് വരുമെന്ന് അദ്ദേഹം കരുതി. ആരോ പറഞ്ഞ പോലെ അദ്ദേഹം മന്ത്രിസഭയിലെ ആൾക്കാരെ വരെ നിശ്ചയിച്ചിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ പിണറായി വിജയനെ സെക്കൻഡ് ടൈം LDF-ന് സെക്കൻഡ് ടൈം കിട്ടുകയും അദ്ദേഹം പ്രതിപക്ഷ നേതാവ് പോലുമല്ലാതെ ആയിത്തീർന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ ദൗർബല്യമായി നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം രമേശിന്റെ ശക്തിയായിട്ടാണ് അദ്ദേഹത്തെ അനുയായികൾ പറയുന്നത്. എല്ലാവരുമായി അഡ്ജസ്റ്റ് ചെയ്തു പോകും, പെരുന്നയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റും, കണിച്ചുകുളകരമയുമായി പറ്റും. ഇങ്ങനെ നമ്മൾ ഒരു ദൗർബല്യമാണെന്ന് തോന്നുന്ന, അതായത് സാമുദായിക ശക്തികൾക്ക് കീഴ്പ്പെടാതെ ഇരിക്കലാണ് ഒരു മുഖ്യമന്ത്രിയുടെ എന്ന് തോന്നുന്ന നമ്മൾ പറയുമ്പോൾ, സതീശന്റെ ഗുണമായി നമ്മൾ പറയുന്നത് അദ്ദേഹത്തിന് വിധേയത്വമില്ല. കണിച്ചുകുളങ്ങരയിലും വിധേയത്വമില്ല, NSSലും വിധേയത്വമില്ല, ഒരു പള്ളി ബിഷപ്പ് അരമനയിലും വിധേയത്വമില്ലാതെ ഒരു കോൺഗ്രസ് നേതാവ് ഇത്ര കാലം 5 വർഷം ഈ കൃത്യമായി CPM-നെതിരെ പടനയിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം ഉറപ്പുള്ള മണ്ഡലമാണ്, സംശയമില്ല, പറവൂർ. അദ്ദേഹം ജയിക്കാൻ പോകുന്നത് 20,000-ൽ കൂടുതൽ ഒരു വോട്ടിനായിരിക്കുമെന്നാണ്. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, ടൈസൺ മാസ്റ്ററാണ് അദ്ദേഹത്തോട് മത്സരിക്കുന്നത്. വളരെ വളരെ സങ്കടകരമായ ഒരു കാര്യമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ടൈസൺ മാസ്റ്റർ അത്ര മിടുക്കനായ ഒരു MLA ആയിരുന്നു. അദ്ദേഹത്തെയാണ് ഈ പറവൂർ കൊണ്ടുപോയി നിർത്തിയത്. എന്തെല്ലാമായാലും അപ്പോൾ ജനങ്ങൾ കാണുന്നത്, കോൺഗ്രസ് അണികൾ കാണുന്നത്, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവരുടെ വിജയത്തിന് പുറകിൽ സതീശനായിട്ടാണ് പല പഞ്ചായത്ത് മെമ്പർമാരും മുനിസിപ്പൽ വാർഡ് മെമ്പർമാരും കാണുന്നത്. ഇതാണ് വാസ്തവം. പിന്നെ താങ്കളുടെ നിഗമനത്തിലേക്ക് എന്ത് വേണമെങ്കിലും എത്താം. പിന്നെ കോൺഗ്രസിനെ ഒരു കാര്യം കൂടി, UDF-നെ വോട്ട് ചെയ്ത നിരവധി പാർട്ടിയല്ലാത്ത ആളുകൾ, അവരും സതീശനെയാണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കാണുന്നത്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, അതിനൊരു കാരണം കേരളം ഇന്നത്തെ സിറ്റുവേഷൻ ആവശ്യപ്പെടുന്നത് വളരെ സുസ്ഥിരമായ നിലപാടുകളുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. പിണറായി ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ, ഇന്നത്തെ കാലഘട്ടത്തിൽ മോഡി എന്ന വളരെ ശക്തനായ തീരുമാനങ്ങൾ എടുത്ത്, അത് നല്ലതോ ചീത്തയോ എന്ന് നമുക്ക് അനാലിസ് ചെയ്യാം, പക്ഷെ അദ്ദേഹം തീരുമാനങ്ങളെടുത്ത് അത് ശരിക്കും നടപ്പാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് ആൾക്കാർക്ക് ഇപ്പോൾ വേണ്ടത് ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭരണാധികാരികളെയാണ് എന്നാണ് ഈ കാലഘട്ടം നമ്മളോട് പറയുന്നത്. രമേശിന്റെ ഒരു ഡിസ്ക്വാളിഫിക്കേഷനും അതായിട്ടാണ് ഞാൻ പറഞ്ഞത്. He's too soft. BJP-യുമായിട്ടും LDF-ഉമായിട്ട്
ടി പി ചന്ദ്രശേഖരന്റെ ആ കൊലപാതകത്തിന്റെ അന്വേഷണത്തിൽ ചില നീക്കുപോക്കുകൾ ചെയ്തു എന്ന് പറയുന്ന പോലെ ബിജെപിയുമായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും. അദ്ദേഹത്തിന്റെ ഒരു കഴിവാണ്. അല്ല, ബി ജെ പിക്ക് അനഭിമതനായ നേതാവല്ല രമേശ് ചെന്നിത്തല. ബി ജെ പിക്ക് അനഭിമതനായിട്ടുള്ള ബി ജെ പിക്കും സി പി എമ്മിനും കേരളത്തിൽ അനഭിമതനായ ഒരു കോൺഗ്രസ് നേതാവാണ് സതീശൻ. ഇതാണ് വാസ്തവം. കോൺഗ്രസിന് ബി ജെ പിക്കും സി പി എമ്മിനും വേണുഗോപാൽ വന്നതുകൊണ്ടും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല വരുന്നതും അവർ സ്വാഗതം ചെയ്യും. അവർക്ക് സതീശനാണ് അവരുടെ മുഖ്യ ശത്രു. കാരണം സതീശനാണ് അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവരുന്നത്. സതീശനാണ് തെരുവിൽ സി പി എമ്മിനെ നേരിടുന്നതിന് ഉള്ള നേതൃത്വം കൊടുത്തത്. അപ്പൊ പാർട്ടി അണികളുടെയും എം എൽ എമാരുടെ കാര്യത്തിൽ ഞാൻ പറയില്ല. എം എൽ എമാരിൽ കൂടുതൽ പേർ കെ സി വേണുഗോപാലിനൊപ്പമാണെന്നാണ് എനിക്ക് കിട്ടുന്ന അറിവ്. അതാണ് ഇതിന്റെ പ്രശ്നം. ഇതിന്റെ ടെൻഷൻ അവിടെയാണ്. അപ്പൊ അതുകൊണ്ട് സാർ, അത് ആ ടെൻഷൻ തീർക്കാനാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്നുള്ള എം പി ആയിരുന്നു. രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്നുള്ള എം പി ആയിരുന്നല്ലോ സാർ. അദ്ദേഹത്തിന് കേരളത്തിന്റെ പൊളിറ്റിക്സിന്റെ ഒരു ഏകദേശ രൂപം ഇപ്പോൾ മനസ്സിലുണ്ട് എന്നാണ് ഞാൻ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് കേട്ടത് അദ്ദേഹം സതീശനുമായി സംസാരിക്കുകയോ അല്ലെങ്കിൽ മദ്രാസിലോ വെച്ചോ കണ്ടു എന്ന് പറയുന്നത്. അദ്ദേഹം ആൻഡമാൻസിൽ തിരിച്ചു പോകും. സതീശൻ 2 ദിവസത്തേക്ക് രാഹുൽ ഗാന്ധിയുടെയും ഗട്ട് ഇൻസ്റ്റിങ് സതീശന് കൊടുക്കാൻ വേണ്ടിയായിരിക്കും. കാരണം പക്ഷെ എ കെ ആന്റണിയുടെ കാര്യം നമ്മൾ ഒരിക്കൽ സംസാരിച്ചു. എ കെ ആന്റണി തീർച്ചയായും രാഹുൽ സംസാരിക്കും. അപ്പോ എ കെ ആന്റണിയുടെ മനസ്സ് എന്തായിരിക്കും? അദ്ദേഹത്തിന് അത് വളരെ പ്രധാനമാണെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. കാരണം അത് തന്നെയാണ് സാർ. എ കെ ആന്റണി, ഞാൻ എന്റെ ഒരു കോമൺ സുഹൃത്തുമായിട്ട് ഞാൻ ചെക്ക് ചെയ്തു. അദ്ദേഹം പറഞ്ഞ ആന്റണിക്ക് സതീശനുമായിട്ട് ഒരു പ്രശ്നമില്ല. കാരണം അദ്ദേഹത്തിന്റെ നല്ല ബന്ധമാണ്. കാരണം എ കെ ആന്റണി ഇപ്പോൾ ഐ ഗ്രൂപ്പിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നതാണെന്ന് എനിക്കറിയാം. സതീശനായാലും ഞാൻ ഒരു കാര്യം, ഇവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പേഴ്സണാലിറ്റിയാണ് സതീശന്റേത്. അത് കേരളത്തിൽ ഇന്നത്തെ സന്ദർഭത്തിൽ സി പി എം ഏറ്റവും വെറുക്കുന്നതും മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നതും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പി ജെ ജോസഫിന്റെ കാര്യത്തെ മാറ്റി നിർത്താം. പി ജെ ജോസഫ് അത്ര വലിയ പ്രധാന ശക്തിയല്ല. പക്ഷെ മുസ്ലിം ലീഗിന് താങ്കൾക്ക് ഓർമ്മയുണ്ടാവും, പണ്ട് കേരളത്തിൽ മുഖ്യമന്ത്രിയെ മാറ്റി കരുണാകരനെ മാറി ആന്റണി വന്നതിന്റെ പുറകിൽ എന്തായിരുന്നു ആ ചരിത്രം? അതൊന്നും ഇനിയിപ്പോ ഓർമ്മിപ്പിക്കാൻ സമയമില്ല. മുസ്ലിം ലീഗിന്റെ അപ്രീതിയായിരുന്നു. പിന്നീട് ആന്റണിയോടുള്ള മുസ്ലിം ലീഗിന്റെ സമീപനം മാറുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മുസ്ലിം ലീഗ് കേരളത്തിലെ ഏറ്റവും ബഹുജന സ്വാധീനമുള്ള 3ാമത്തെയോ കക്ഷിയാണ് ഇവിടുത്തെ. അതിന് ബഹുജന സ്വാധീനമുണ്ട്, കാഡർ സ്വഭാവമുണ്ട്. അവർ നിശ്ചയിക്കുന്നവരെ വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു തിരഞ്ഞെടുപ്പ് ശക്തിയുമുണ്ട്. അവരുടെ അസംബ്ലിയിലെ എം എൽ എമാരിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഇത്തവണ പ്രത്യേകിച്ച് 25 അടുപ്പിച്ച് എം എൽ എമാരുണ്ടാവും. അപ്പൊ അവരുടെ മാനസികമായി അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ കോൺഗ്രസിന് അങ്ങനെ മുസ്ലിം ലീഗിന്റെ വർഗീയ താല്പര്യങ്ങൾക്കൊന്നും കീഴടങ്ങേണ്ട ആവശ്യമില്ല. കാരണം നിരവധി കോൺഗ്രസ് എം എൽ എമാർ മുസ്ലിങ്ങളായിട്ടുണ്ട്. എന്താ മുസ്ലിം ലീഗിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അവർ വളരെ കൃത്യമായി ഇന്നലെ പറഞ്ഞു മീഡിയ ചോദിച്ചപ്പോൾ. അതായത് എന്താണ് സതീശനാണ് അവരുടെ പ്രിഫറൻസ് വളരെ ക്ലിയർ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. മാത്രവുമല്ല ഞാൻ കേട്ടിടത്തോളം പി ജെ ജോസഫും ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. അതായത് താങ്കൾ പറയുന്നത് ശരിയാണെങ്കിൽ 25 പിന്നെ 5 അല്ലെങ്കിൽ 6 30 എം എൽ എമാരുടെ ഒരു സാധിക്കില്ലെങ്കിൽ 25എങ്കിലും 22-25 തീർച്ചയായും ലീഗ് എം എൽ എമാരുണ്ടാക്കും. അല്ല, ലീഗും പി ജെ ജോസഫിനെ ഞാൻ കേട്ടത് 5 മുതൽ 6 വരെ അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. എങ്കിൽ അത്രയും പേരുടെ ഒരു സപ്പോർട്ട് സതീശന് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. അത് പക്ഷെ ഒന്ന് വളരെ ക്ലിയർ ആണ്, ഇന്നത്തെ UDF വിജയത്തിന്റെ പുറകിൽ ഉള്ള കൺക്ലൂഡ് ചെയ്യേണ്ടത് നമുക്ക് ഒരു നേതാവിന്റെ പേരുണ്ടെങ്കിൽ എല്ലാവരും പറയുന്ന ആള് VD സതീശനാണ്. അദ്ദേഹത്തിന് UDFിലെ 2ാം വലിയ കക്ഷിയുടെ സപ്പോർട്ടുണ്ട്, 3ാം വലിയ കക്ഷിയുടെ സപ്പോർട്ടുണ്ട്, ചെറിയ പാർട്ടികളുടെ സപ്പോർട്ടുണ്ട്. അപ്പോൾ
നമുക്ക് ഏകദേശം വ്യക്തമാണ് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ VD പക്ഷേ സതീശനായിരിക്കും മുഖ്യമന്ത്രി എന്ന് ഞങ്ങൾ അതെ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതിനോടൊപ്പം പറയുന്നത് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്.